ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ രണ്ടാമത്തെ ദിവസമാണ് ബുഡാപെസ്റ്റിൽ. നമ്മൾ ഇതേ കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം ഇതേ സിറ്റിയിൽ കൂടെ ഇങ്ങനെ സിറ്റി മുഴുവൻ നടന്നും കറങ്ങിയും ഇങ്ങനെ ചുറ്റിക്കറങ്ങിയായിരുന്നു ബുഡാപെസ്റ്റ് സിറ്റിയിൽ മുഴുവൻ. നമ്മൾ രണ്ടാം ദിവസവും നമ്മൾ സിറ്റിക്കുള്ളിൽ കൂടെ തന്നെ ഇതുപോലെ കറങ്ങിയാണ്. നല്ല തണുപ്പാണ്, 1 ഡിഗ്രി 2 ഡിഗ്രി അതാണ് തണുപ്പ്. നമുക്ക് ബുഡാപെസ്റ്റ് സിറ്റി ഇങ്ങനെ തന്നെ കറങ്ങി കാണാം. ഇന്നും എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ബുഡാപെസ്റ്റിലെ സാറ എന്ന് പറഞ്ഞ ഷോറൂമിലാണ് ഇപ്പോൾ ഉള്ളത്. ജസ്റ്റ് ഇവിടെ വന്ന് കയറി ജാക്കറ്റ് ഉണ്ടോ നോക്കി വന്ന സാറെ കയറിയിട്ട് ജാക്കറ്റ് ഇല്ലയെന്ന് പറഞ്ഞിട്ട് ജാക്കറ്റ് വാങ്ങി. നമ്മൾ ബുഡാപെസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ കഴിക്കേണ്ട ഒരു സംഭവമാണ് ഈ ചിമ്മിനി കേക്ക്. നമ്മൾ ബുഡാപെസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ കഴിക്കുന്ന ചിമ്മിനി കേക്കിൻ്റെ ആ ഷോപ്പിലെ തിരക്കാണിത്. അതിനകത്ത് ആൾ നിൽപ്പുണ്ട് ഓൾറെഡി. ഭയങ്കര തിരക്കാണ് ഇതിനകത്ത്. 2500 ഫോറൻറ്റ് ഒരു പീസിന്, വലുതിന്. ചെറുതിന് 1250 ഫോറൻറ്റ്. ഇതാണ് സാധനം. ഈ ഫുഡ് സപ്ലൈ ചെയ്യുന്നവരൊക്കെ ബംഗാളികളാണ് മോസ്റ്റ്ലി. മെമ്മറീസ് ഓഫ് ഹംഗറി സൊവനീഴ്സ് എല്ലാം കിട്ടുന്നൊരു ഷോപ്പാണ്. നമ്മളിതാ ഈ ചിമ്മിനി കേക്ക് ഇവിടെ നിന്ന് ആ ഒരു ചിമ്മിനി കേക്ക് വാങ്ങിയിട്ട് ഈ തണുപ്പത്ത് ഈ സ്ട്രീറ്റിലിരുന്നത് കഴിച്ചു. അപ്പോൾ ഇതിങ്ങനെ കണ്ടുകൊണ്ടാണ് ഇരുന്നത് ഇവിടെ. അതൊന്ന് കയറി നോക്കിയാൽ അതെന്ന് വിചാരിച്ചിട്ട് ഈ പറഞ്ഞ സുവനീർ ഷോപ്പിലെത്തി. കൊള്ളാം. ഈ സുവനീർ ഷോപ്പ് കുറച്ച് VIP സുവനീർ ഷോപ്പാണെന്ന് തോന്നുന്നു. കുറച്ച് എക്സ്പെൻസീവാണ്. സുവനീറിന് പോലത്തെ സംഭവം ഇത്. എന്താണ് സാധനമൊന്നും മനസ്സിലായില്ല. ഓയിലാണോ അതോ എന്തെങ്കിലും ഡ്രിങ്കാണോ? വില വന്നിട്ട് 3000. ഇതൊക്കെ 5500 6000 ആ റേഞ്ചിലാണ് വില. കുരിശ് ഹംഗറി ബുഡാപെസ്റ്റ് വില 7500. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കയറുന്നതല്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വാമാവും ബോഡി. ഇതിനകത്തൊക്കെ ഹീറ്റർ വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് 5 മിനിറ്റ് കയറി നിന്ന് കഴിഞ്ഞാൽ നമ്മളൊന്ന് നോർമലായിട്ട് മാറും. പിന്നെ തിരിച്ച് വെള്ളോട്ട് ഇറങ്ങണം. ഇവിടെ എല്ലാ ആൾക്കാരും ചിമ്മിനി കേക്ക് തിന്ന് എൻജോയ് ചെയ്യാണ്. തണുപ്പുമുണ്ട് വെയിലുമുണ്ട് ഒരേ സമയം. വെയിലൊന്നും എഫക്റ്റ് ചെയ്യുന്നേയില്ല നമ്മുടെ ബോഡിയിലോട്ട്. തണുപ്പ് അതുപോലുള്ളത് കൊണ്ട്. ഇപ്പോൾ ഉച്ചയ്ക്ക് 2 മണി. ക്ലൈമറ്റ്. മക്ഡൊണാൾഡ്സ് ആസ് യൂഷ്വൽ എവരി വെയർ. നമുക്ക് ശാന്തമായി പോയിരുന്ന് കഴിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് മക്ഡൊണാൾഡ്സ്. നമുക്ക് അഫോർഡബിൾ ആണെന്നുള്ളതാണ് ഏറ്റവും വലിയ സംഭവം. പിന്നെ നമുക്ക് ഏത് ആൾക്കാർക്കും വായിക്ക് രുചി കുഴപ്പമില്ലാതെ കഴിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് കണ്ണടച്ച്. ഇവിടുത്തെ ഫുഡിനെല്ലാം നല്ല രുചിയുള്ള ഫുഡുകൾ തന്നെയാണ്. ബട്ട് സ്റ്റിൽ പ്രൈസ് വൈസ് ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. ഏത് സ്ട്രീറ്റിൽ ചെന്നാലും നമുക്ക് തായ് മസാജ് കാണാമെന്നുള്ളതാണ്. എല്ലായിടത്തും ഉണ്ട് തായ് മസാജ്, ഫുഡ് മസാജ്, ബോഡി മസാജ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലായിടത്തും ഉണ്ട്. ദാനൂബ് റിവറാണിതാ ഈ കാണുന്നത്. ഒരു ട്രാം വരുന്നത് കണ്ടോ? ബ്യൂട്ടിഫുൾ. തിരിച്ചു വരുന്ന ഒരു ട്രാം. ഇത് റിവർ സൈഡിൽ കൂടെ ഉള്ള ഒരു ട്രാമാണ്. ഹംഗറിയുടെ ഫ്ലാഗാണ് ആ കാണുന്നത്. നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗുമായിട്ട് ഒരു സാമ്യമുള്ള ഫ്ലാഗാണ്. ഓക്കെ. ആ കാസിലാണ് പോകണ്ട്. ഗുഡ കാസിൽ. അതിനപ്പുറം പാർലമെൻറ്റ്.
കാണേണ്ട രണ്ട് സംഭവങ്ങളാണ്. ഒന്ന് ഈ കാസിലും പിന്നെ അതുപോലെ തന്നെ ഹംഗേറിയൻ പാർലമെൻറ്റ്. ഇത് രണ്ടും ഈ കാണുന്ന ഭാഗത്തിന് ഉള്ളതാണ്. അങ്ങോട്ട് വേണം പോകാൻ. അതിന് നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, പക്ഷേ ഇതുവരെ ട്രാൻസ്പോർട്ടേ കയറിയില്ല, നടപ്പ് തന്നെയാണ്. നമ്മൾ ട്രാമിൻ്റെ റെയിൽ പാളം ക്രോസ് ചെയ്തിട്ട് കുറേയും കൂടെ അടുത്തായിട്ട് പോവാണ്, ധനൂബ് റിവറിൻ്റെ അടുത്തോട്ട്. നമ്മൾ വിദേശ രാജ്യങ്ങളിൽ എവിടെ പോയാലും നമുക്ക് ഈ ചൈനീസ് ആൾക്കാരുടെ പ്രസൻസ് എവിടെ ചെന്നാലും കാണാം. ഇവിടെയും ഇഷ്ടംപോലെ ചൈനീസിനെ കണ്ടായിരുന്നു ടൂറിസ്റ്റായിട്ട്. വെരി ഓൾഡ് സിറ്റിയാണ് ബുഡാപെസ്റ്റ്. മിനി കൂപ്പർ, ഔദി, അതുപോലെ തന്നെ മെഴ്സിഡീസ് ബെൻസ്, ഇതൊക്കെ ഇവിടുത്തെ ഒരു നോർമൽ ടൈപ്പ് ഓഫ് കാറാണ് സ്ട്രീറ്റിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ ഫോക്സ് വാഗൺ, ഇതൊക്കെ യൂറോപ്യൻ ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ മോസ്റ്റ് ഓഫ് ദ കാറുകളെല്ലാം അതാണ്. ഇടയ്ക്കൊക്കെ ഹോണ്ടയും അതുപോലെ തന്നെ കിയൊക്കെ കാണാം. പിന്നെ മോസ്റ്റ്ലി BMW, മെഴ്സിഡീസ് ബെൻസ്, ജർമ്മൻ കാറുകളാണ് കൂടുതലും. ജപ്പനീസ് കാറുകൾ ഇടയ്ക്കൊക്കെ കാണാം. ധനൂബ് റിവർ ക്രോസ് ചെയ്യുന്ന ആ പാലത്തിൻ്റെ അടിയിൽ നിന്നിട്ടുള്ള ആ ഒരു വ്യൂ ആണിത്. സോളിഡ് അയൺ ആണ്, സോളിഡ് അയൺ. പാലത്തിൻ്റെ എല്ലാ സൈഡിലും അതുപോലെ തന്നെ റോഡിൻ്റെ സൈഡിലും എല്ലാം സൈക്കിൾ പോകാനും അതുപോലെ തന്നെ ആൾക്കാർക്ക് നടക്കാനുമുള്ള നടപ്പാത എല്ലാ ഭാഗത്തും ഉണ്ട്. അപ്പോൾ നമുക്ക് നടന്നു പോകണമെങ്കിൽ നടന്നു പോകാം, സൈക്കിളിൽ പോകണമെങ്കിൽ സൈക്കിളിൽ പോകാം. എല്ലാ സംവിധാനങ്ങളും ആ പഴയ കാലത്ത് തന്നെ ഇവർ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഇതിൽ ഓരോ ഭാഗത്ത് വന്നാലും നമുക്ക് ആ പഴമ ശരിക്കും കാണാൻ പറ്റും ഈ റോഡിലൊക്കെ. നമ്മളങ്ങനെ ട്രാമിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ട്രാം വന്നു കഴിഞ്ഞാൽ ട്രാമേ കയറാൻ വെയിറ്റ് ചെയ്യുക. ട്രാമിനുള്ളിലാണ്. നമ്മൾ ഇതുവഴിയൊക്കെ ഇപ്പോൾ നടന്നു വന്ന നമ്മളങ്ങനെ ഈ ട്രാമേ കയറിയിട്ട് സിറ്റി സെൻറ്ററിൽ വന്നു. സിറ്റി സെൻറ്ററിലോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഈ ഒരു പാലത്തിൽ നിന്നിട്ടാണ് മമ്മൂട്ടി ഒരിക്കലൊരു ഫോട്ടോ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ എന്തോ ഇട്ടതെന്ന് പറഞ്ഞ്. ഈ പാലത്തിൽ സ്ട്രീറ്റിൽ കണ്ടതാണ്. ഇത് വന്നിട്ട് ഹോട്ട് വൈനാന്ന് അവർ പറയുന്നത്. ബുഡാപെസ്റ്റിലൊരു സ്പെഷ്യൽ സാധനം, ഡ്രിങ്ക് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. €5. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഹോട്ട് വൈൻ. ഇൻ്റർകോണ്ടിനൽ ഹോട്ടലുണ്ട് ഇവിടെ. സൈക്കിൾ ചവിട്ടാൻ അറിയാവുന്നവർ വന്നാൽ നമുക്കിതെടുത്തുകൊണ്ട് ഇതുവഴിയൊക്കെ കറങ്ങാം. 1 മണിക്കൂർ 2 മണിക്കൂർ ആപ്ലിക്കേഷനിൽ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് റിലീസാക്കി കിട്ടും. എന്നിട്ട് നമുക്ക് ഇതുവഴി എല്ലാം കറങ്ങാം. ഇതാ ഇവിടെ ഒരു സ്റ്റാച്യു ഉണ്ടോ, അവിടെ എഴുതി വെച്ചിരിക്കുന്ന ബാറോ യോത്തോസ് ജോസഫ് എന്നാണ്. അദ്ദേഹം ഇവിടുത്തെ ഒരു റൈറ്ററും അതുപോലെ തന്നെ ഒരു മിനിസ്റ്ററൊക്കെ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രതിമയായി കാണുന്നത്. നമുക്കിനി ആ ബ്രിഡ്ജിൽ കൂടെ ഒരു വോക്ക് വേണം. ഇവിടുന്നൊരു 5 മിനിറ്റാണ് നമുക്ക് ആ ബ്രിഡ്ജിൻ്റെ അടുത്ത് എത്താം. ഇവിടെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഹംഗറിയിൽ ഏതാണ്ട് 10,000-ത്തിനുള്ളിൽ നിൽക്കും. 10,000-ത്തോളം ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഉണ്ട് ഇവിടെ. പല ജോലി കാര്യങ്ങൾക്കും അതുപോലെ തന്നെ ബിസിനസ് വെഞ്ചറിലുമൊക്കെ
കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ഇന്ത്യൻ കമ്മ്യൂണിറ്റീസ് ഇവിടെ ഉണ്ട് ഹംഗറിയിൽ. അതുപോലെ തന്നെ ബുഡാപെസ്റ്റിൽ അറൗണ്ട് 1000-1500 പരം ആ ഒരു റേഞ്ച് ഓഫ് സ്റ്റുഡൻ്റ് ഉണ്ട് പല യൂണിവേഴ്സിറ്റിയിലായിട്ട്. നമ്മുടെ ആ ഒരു പോപ്പുലേഷൻ വെച്ച് നോക്കുമ്പോഴത്തേക്കും കുറവാണ്. കാരണം അതുകൊണ്ട് തന്നെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പം ഇന്ത്യക്കാർ ഇവിടെ കുറച്ചേ ഉള്ളൂ. നമുക്കതുകൊണ്ട് തന്നെ അധികം ഇന്ത്യക്കാർ ഇവിടെ കാണാൻ സാധിക്കില്ല, എക്സെപ്റ്റ് ടൂറിസ്റ്റിനെയും കാര്യമായിട്ട് ഇപ്പം സോഫാർ കാണുന്നില്ല എന്നുള്ളതാണ്, ഇതുവരെ കണ്ടിട്ടില്ല. ഇവിടെ ഗ്രാബിന് പകരം ഊബർ ടാക്സി, അതുപോലെ ബോൾട്ട് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, ബോൾട്ട്, അതാണ് കൂടുതൽ ഓടുന്നത്. ആ ടാക്സിയിലൊക്കെ ഉണ്ട് ബോൾട്ട് ടാക്സി എന്ന് പറഞ്ഞിട്ട്. ഊബറും ഉണ്ട്, കൂടുതലും ബോൾട്ടാണ് ഇവിടെ കാണുന്നത്. ഹംഗറിയിൽ എത്തിയതിന് ശേഷം ഒരു ഹംഗേറിയൻ റെസ്റ്റോറൻറ്റ് കയറി ഫുഡ് കഴിക്കാമെന്ന് വിചാരിക്കുന്നു. ഇവിടുത്തെ എന്താണ് സ്പെഷ്യൽ എന്ന് ഈ റെസ്റ്റോറൻറ്റ് കയറി നോക്കാം. ഈ ഒരു ഹംഗേറിയൻ റെസ്റ്റോറൻറ്റിൽ വന്നു. ഇദ്ദേഹമാണ് ഇതിൻ്റെ ഓണർ ആൻഡ് ഷെഫ്. നമ്മളങ്ങനെ അതിനുശേഷം ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു, ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ റേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു 110-120 യൂറോ ആവും 2 ഡിഷിന്. ഹംഗേറിയൻ വൈൻ ആ ബാറിൽ നിന്നാണ് അവരിപ്പോൾ അത് എടുത്തുകൊണ്ട് വന്നത്. നമ്മളെ സെർവ് ചെയ്ത ആ ലേഡിയാണ്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് നിയർ അബൌട്ട് ഇവിടുത്തെ 2900 എന്ന് പറഞ്ഞാൽ ഒരു 7 യൂറോ. നമ്മൾ ഓർഡർ ചെയ്തത് ഇതാണ്. ഇവിടുത്തെ ഒരു സ്പെഷ്യലാന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന സംഭവമാണ്. ഇത് ബീഫിൻ്റെ എന്തോ ആണ്, സ്റ്റേക്കിൻ്റെ. ഇത് ചിക്കൻ. നോക്കാം, കഴിച്ച് നോക്കാം അങ്ങനെ ഉണ്ടല്ലോ. നമ്മളങ്ങനെ ഭക്ഷണം എല്ലാം കഴിച്ച് ഞാൻ ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങുവാണ്. ലോക്കൽ സമയം ഇപ്പോൾ 5 മണി. നമ്മൾ സിറ്റി സെൻറ്ററിൻ്റെ ഭാഗത്ത് കൂടെ കറങ്ങിയാണ്. ഇതൊക്കെ ഫുഡ് ഡെലിവറി ബോയ്സാണ് മോസ്റ്റ്ലി. എല്ലാം നമ്മുടെ നാട്ടിലെ അല്ല, ഏഷ്യൻസ്, ബംഗ്ലാദേശീസാണ് കൂടുതലും. ഇന്നത്തെ ഈവനിങ്, ഞായറാഴ്ച സൺഡേ ഈവനിങ് സിറ്റി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. റെസ്റ്റോറൻറ്റുകളിലൊക്കെ ലൈറ്റുകളൊക്കെ ഇട്ടു. ഔട്ടർ സൈഡിൽ ഇരുന്ന് ആഹാരം കഴിക്കാനും വീറോടിക്കാനും ഒക്കെയുള്ള ആൾക്കാർ ഇതൊക്കെ സെറ്റായിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ സമയം 5:30-6 ആകുന്നു. നേരം മെല്ലെ മെല്ലെ ഇരുട്ടി തുടങ്ങി. ഇതൊക്കെ ഇവിടുത്തെ സൊവനീർ ഷോപ്സുകളാണ്. ഇത്തരം ഷോപ്സിൽ നമ്മൾ മേടിക്കുമ്പോഴത്തേക്കും എല്ലാ സാധനവും നമുക്ക് കുറച്ച് എക്സ്പെൻസീവായിട്ടേ കിട്ടത്തുള്ളൂ. നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രാൻഡാണ് ഇതാ. ഇതിനകത്ത് കാണുന്ന മൊറാറ്റി ഫോൺ. നമ്മൾ വേറൊരു മാർക്കറ്റിൽ ഇതേ സെയിം സാധനം 1 യൂറോയ്ക്ക് കണ്ട ഈ മാഗ്നറ്റ് ഇവിടെ 6 യൂറോയാണ്. എത്ര വ്യത്യാസമല്ലേ. നമ്മൾ നിൽക്കുന്ന സിറ്റി സെൻറ്റർ ഏരിയയിലാണ്. ടോയ്ലറ്റ് എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലമുണ്ട്. ഇത് പബ്ലിക് ടോയ്ലറ്റാണ്. നമുക്ക് 1 യൂറോ കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കാർഡ് ഇട്ട് കഴിഞ്ഞാൽ കയറാം. ഈ സൈഡിൽ കാണുന്നത് സെൻറ്റ് ഇസ്റ്റിവാൻ ബസിലിക്ക എന്ന് പറയുന്ന ബസിലിക്കയാണ്. സിറ്റി സെൻറ്ററിനോട് ചേർന്നുള്ള ഒരു സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇന്നിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ടാണ് ഈ ആൾക്കാരുടെ ഈ നടപ്പും ഈ ഓട്ടോ ഒക്കെ നമുക്ക് ഈ വഴി കാണാൻ സാധിക്കുന്നത്. ഇതിപ്പോൾ നാളെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ പകുതി പോലും ആൾക്കാർ ഈ വഴി കാണത്തില്ല. പക്ഷെ ഇന്നിപ്പോൾ റെസ്റ്റോറൻറ്റും പബ്ബും എല്ലാം ഫുൾ പാക്ഡാണ്. ഈ ബസിലിക്കയിൽ നമുക്ക് കയറണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ടിക്കറ്റ് എടുക്കണം. നമ്മളിവിടെ വന്നു കഴിഞ്ഞിട്ടാണ് ഇതിന് ടിക്കറ്റ് എടുക്കാൻ. പിന്നെ 30-40 മീറ്റർ നടന്ന് വേറെ എവിടെ പോയിട്ട് എടുക്കണം, അല്ലെങ്കിൽ ഓൺലൈനിൽ എടുക്കണമെന്ന് അവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ കുറേ നടക്കണം പുറകോട്ട്. നോക്കാം, പറ്റിയാൽ കയറാം. അല്ലെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ ചെന്ന് നോക്കിയിട്ട് നമുക്ക് അവിടെ നിന്ന് തിരികെ വരാം. എന്താ അങ്ങ് മേളിലൊക്കെ ആൾക്കാർ നിൽപ്പുണ്ട്. അങ്ങ് മകുടത്തിൻ്റെ തൊട്ട് താഴെയൊക്കെ ആൾക്കാരുണ്ട്.
ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മേളിൽ കയറാം. ഇവിടെ തന്നെ ഉണ്ട് ബസിലിക്കയുടെ ടിക്കറ്റ് ഓഫീസ്. ഇതാണ് ബസിലിക്കയുടെ മുൻഭാഗം. ഇവിടോട്ട് അങ്ങോട്ട് പോകുമ്പോൾ തന്നെ ടിക്കറ്റ് ഓഫീസ് 60 മീറ്റർ ഓൺലൈൻ ടിക്കറ്റ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കയറി നോക്കാം എന്താ സംഭവം എന്ന്. കുറേ ഇന്ത്യൻസ് അവിടെ നിൽപ്പുണ്ട് ആ സൈഡിൽ. അകത്തോട്ട് കയറണമെന്നുണ്ടെങ്കിൽ നിയർ അബൌട്ട് ലൈക്ക് ഒരു 5000 ഫോറൻറ്റ ഇവരുടെ കൊടുക്കണം ഇതിനകത്തോട്ട് കയറാൻ. ജസ്റ്റ് നോർമൽ ഒരു ബസിലിക്കയുടെ പോലെ തന്നെ അകത്ത് ഈ ആൾത്താര അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെയാണ്. അതിനുശേഷം പിന്നെ ഇതിൻ്റെ മേളിൽ കയറാമൊന്ന് കറങ്ങി ഏറ്റവും മേളിൽ പോയിട്ട് നമുക്ക് വേണേൽ സിറ്റി കാണാം. അതിൻ്റെ മേളിൽ നിന്ന് 1-2 മണിക്കൂർ ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ മേളിലൊക്കെ കറങ്ങി അടിച്ച് തിരിച്ചു വരാം. അവിടെ കുറേ മലയാളികൾ നിൽപ്പുണ്ട്. ഇതാ നിൽക്കുന്ന ഫാമിലി മുഴുവൻ മലയാളികളാണ്. ബുഡാപെസ്റ്റിൻ്റെ ഈവനിങ് ടൈമാണിത്. ഇപ്പോൾ സമയം ഒരു 6:45 ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ലക്ഷറി അപ്പാർട്ട്മെൻറ്റ് ഇവിടെ സെയിലിനുണ്ട്. ഈ ബിൽഡിങ്ങിൽ അവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ സിറ്റിയിലെ ചില ഭാഗങ്ങളിലൂടെ നടന്നു കഴിഞ്ഞാൽ ഇവിടെ മുഴുവൻ സൊവനീർ ഷോപ്പാണ് കാണാൻ പറ്റുക. അവിടെ ഒരു സൊവനീർ ഷോപ്പ്, അത് കഴിഞ്ഞ് മുന്നോട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഒരു സൊവനീർ സെൻറ്റർ, ടൂറിസ്റ്റ് ഇൻഫർമേഷൻ എന്നൊക്കെ പറഞ്ഞ് അപ്പുറം വേറൊരു ബുഡാപെസ്റ്റ് സൊവനീർ എന്ന് പറഞ്ഞിട്ട് എല്ലാം നല്ല കിടിലൻ ഷോപ്പുകളാണ്, അടിപൊളി ഷോപ്പുകൾ. പക്ഷെ എല്ലാം എക്സ്പെൻസീവ് ആണെന്നുള്ളതാണ്. മറ്റ് നമുക്ക് ജനറലായിട്ടുള്ള ഔട്ട്സൈഡിലുള്ള ഈ മാർക്കറ്റിൽ നിന്ന് പോയിട്ട് ഇതേ സൊവനീർ സാധനങ്ങൾ വാങ്ങുമ്പോൾ ഏതാണ്ട് പകുതിയിൽ കുറവ് പൈസയ്ക്ക് നമുക്ക് വാങ്ങാൻ പറ്റും. മ്യൂസിയം ഓഫ് ഇല്യൂഷൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് അവിടെ. നമ്മൾ ട്രാമിൽ നിന്ന് തിരിച്ച് പിന്നെയും തിരികെ വന്നിട്ട് ഇതേ ട്രാമിൽ തന്നെ തിരികെ നമ്മൾ സിറ്റി സെൻറ്ററിലോട്ട് പോവാണ്. ട്രാമിനകത്താണ് നമ്മളിരിക്കുന്നത്. ഔട്ട് ഓഫ് ബുഡാപെസ്റ്റ് ഏരിയയാണ് ഇതൊക്കെ. ബുഡാപെസ്റ്റ് സിറ്റിയിൽ നിന്ന് വിട്ടിട്ടുള്ള ഭാഗങ്ങളായി കാണുന്നതൊക്കെ. ഇതെല്ലാം ഫ്ലാറ്റ് സമുച്ചയങ്ങളാണ് മോസ്റ്റ്ലി. ചെറിയ ചെറിയ മിനി ടൗൺ എന്നൊക്കെ പറയില്ലേ. സിംഗിൾ റോഡുകളാണ് മുഴുവൻ. അതിനിടയിൽ കൂടെ വേണം വണ്ടികൾക്കെല്ലാം പോകാൻ. ഈ സെൻറ്ററിൽ കൂടെ ട്രാം പോകുന്നു. ഈ സൈഡിൽ ഇങ്ങോട്ട് പോകുന്ന വണ്ടി, ഇതേ സൈഡിൽ തന്നെ ആയിരിക്കും അങ്ങോട്ട് പോകുന്ന വണ്ടി. നമ്മളിനി ഒരു 20 മിനിറ്റ് കൂടി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ സിറ്റി സെൻട്രൽ തിരികെ ചെല്ലും. 1-2 ഇന്ത്യൻ സ്റ്റുഡൻസിനെ കണ്ടു. ഇവിടെ പഠിക്കുന്ന പിള്ളേരാണെന്ന് തോന്നുന്നു, ഇന്ത്യക്കാരാണ്. നമ്മൾ ആ പാലത്തെ പിന്നെയും വന്ന് കയറി. ഇതാണ് ഓപ്പോസിറ്റ്. നമ്മൾ അതിനടിയിൽ കൂടെ ഒക്കെ നടന്നു പോയായിരുന്നു ഒരു ഉച്ച സമയത്ത്. ആ കാണുന്ന പ്ലേസിലാണ് നാളെ പോകേണ്ടത്. ഇത് നാളെ വരണ്ടേ? ധനൂബ് റിവറാണ് താഴെ. നമ്മളിപ്പോൾ നിൽക്കുന്ന ടവർ ബ്രിഡ്ജിൽ ട്രാമയിലാണ്. ഇപ്പം സമയം ഇവിടെ 7 മണി. നമ്മളിപ്പോൾ പോകുന്നത് സിറ്റി സെൻറ്ററിലോട്ടാണ്. അവിടുന്ന് പിന്നെ ഇവിടെ ഈ ട്രാമിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ നടന്ന് നമ്മളുടെ എയർബിഎൻബി റൂമിലോട്ട് പോകും. നമ്മൾ രാവിലെ സെക്കൻഡ് ബുഡാപെസ്റ്റിൽ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി, നമ്മുടെ റൂമിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നേരെ ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കോഫി ഷോപ്പിൽ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഒരു പ്ലെയിൻ ക്രോസൻറ്റും ഒരു സാൻഡ്വിച്ചുമാണ് ഓർഡർ ചെയ്ത്. അതിനുശേഷം 2 കോഫിയും. ഇതാണ് ഇതിൻ്റെ സറൗണ്ടിങ്.
നമ്മൾ താമസിക്കുന്ന ഹോട്ടലിന് തൊട്ടടുത്തുള്ള ആ ഒരു പ്ലേസ് ഇതൊക്കെ. ഇവിടെ ഒരു ക്യാറ്റ് ക്ലബ്ബുണ്ട്. നമുക്ക് അവിടെ ചെന്ന് ക്യാറ്റുകളുടെ കൂടെയൊക്കെ ഇരുന്ന് കോഫി കുടിക്കാമെന്ന് തോന്നുന്നു. നമ്മൾ താമസിക്കുന്ന ആ റൂട്ടിൽ നിന്ന് ഒരു 5 മിനിറ്റ് നടന്നാൽ വരുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബൈസിക്കിളും ബൈക്കും ഒക്കെ നമുക്ക് ഇതെടുക്കാം, റെൻ്റ് എടുക്കാം. എന്നിട്ട് ഇതുവഴിയൊക്കെ കറങ്ങാം. ഇന്ന് ക്ലൈമറ്റ് വന്നിട്ട് ഇപ്പം റൈറ്റ് നൗ ഒരു 4 ഡിഗ്രി ആണ്. സമയം ഒരു 10 മണി. ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് പൊതുവെ സ്ട്രീറ്റിൽ അത്ര ഇന്നലത്തെ അത്രയും ആൾക്കാരെ കാണുന്നില്ല. എല്ലാവരും ജോലിയിൽ ആയിരിക്കും. ഇവിടെ ആ ഒരു ഇത് കുറച്ച് ജൂതന്മാരാണെന്ന് തോന്നുന്നു, തൊപ്പിയൊക്കെ കണ്ടിട്ട് ടൂറിസ്റ്റുകൾ. നമ്മൾ ബസ് സ്റ്റേഷൻ്റെ ആ ഭാഗത്തോട്ടാണ് പോകുന്നത്. അതായത് നമുക്കിന്ന് പറ്റിയാൽ ആ ഹോപ്പ് ഓൺ എന്ന് പറയുന്ന ആ ബസ്സിൻ്റെ ടിക്കറ്റ് എടുത്തിട്ട് ഇവിടുത്തെ കാണേണ്ട സ്ഥലങ്ങളൊക്കെ പോയി കാണാമെന്ന് വിചാരിക്കുന്നു. വണ്ടി എടുത്ത് നാളെ നമുക്ക് വേണേൽ അവിടെ എല്ലാം പോകാം. പക്ഷേ എന്നാലും ഇതിൽ കയറി പോകുമ്പം കറക്റ്റ് സ്പോട്ടിൽ അവർ ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്ക് കണ്ടുപോരാം. Ez a 216-os autóbusz a dísztér felé. A következő megálló. Welcome on board. ബിഗ് ബസ് ഇദ്ദേഹത്തിൻ്റെ അടുത്തു നിന്നാണ് എടുത്തത്. നമുക്കുള്ള കോസ്റ്റ് വന്നത് 2 days 3 people €70. Hello, buongiorno. Would you like to take the boat? So this is one is for your son now. ഇവിടെ നിന്ന് ഈ ഒരു ഹോപ്പ് ഓൺ ബസ് ബുക്ക് ചെയ്തു. ഇന്ന് നാളത്തെ കൂടെ 3 ആൾക്ക്. അതിനുശേഷം അവിടെ നിന്ന് നമ്മൾ പതുക്കെ നടന്ന് ഈ ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് പോവാണ്. ഇന്നലെ നമ്മൾ ഇതിൽ കൂടെ വന്നിരുന്നു, ഇതുവഴി പാസ് ചെയ്ത് പോയായിരുന്നു നേരത്തെ. ആ ഒരു ബോട്ട് ആ ഒരു ക്രൂസ് ഉണ്ടല്ലോ, അതും ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡഡ് ആണ്. €70 3 പേർക്ക്. ഒരാൾക്ക് €30 ആ റേഞ്ചാന്ന് തോന്നുന്നു. ഇപ്പോൾ അവർ 3 പേരെന്ന് പറഞ്ഞപ്പോൾ €70 പറഞ്ഞു. 2 days. 2 സിംഹങ്ങളാണ് ഇവിടെ ഇങ്ങനെ നമ്മളെ വെൽക്കം ചെയ്ത് നിൽക്കുന്നത്. നല്ല രസമുണ്ട് കാണാൻ ആ സിംഹത്തിൻ്റെ ആ ഒരു വാവളിച്ചിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ സീനാണത്. കൊള്ളാം. ചെയിൻ ബ്രിഡ്ജ് എന്ന് വിളിക്കുന്ന പാലമാണിത്. ടൂറിസ്റ്റുകളാണ് ഓൾമോസ്റ്റ് ഇവിടെ നിൽക്കുന്നവരൊക്കെ. ഏത് ബ്രിഡ്ജിൽ വന്നാലും നമുക്ക് കാണാൻ സാധിക്കുന്ന പോലെ ഈ ലോക്ക് ഇവിടെയുണ്ട്. ശരിക്കും ഇത് ലോക്ക് ചെയ്യാനുള്ള സംഭവമല്ല, ആരോ കയറി ലോക്ക് ചെയ്തു. ഇപ്പം ദേഹത്തെ മുഴുവൻ ലോക്കായി. നമ്മളങ്ങനെ ആ ബ്രിഡ്ജിൽ കൂടെ നടന്ന് ഓപ്പോസിറ്റ് സൈഡിലോട്ട് പോവുകയാണ്. ആ കാണുന്ന ഭാഗങ്ങൾ എന്ന് പറയുന്നത് കാസിലും അതുപോലെ പാർലമെൻറ്റൊക്കെ ഇരിക്കുന്ന സ്ഥലങ്ങളാണ് ആ ഏരിയ. ഇതുവഴി പോകുമ്പോൾ ചെറിയ കുലുക്കമുണ്ട്, പക്ഷെ ഭയങ്കര സ്ട്രോങ് കൺസ്ട്രക്ഷനാണ്. ഫുൾ സ്റ്റീലിൽ. ധനൂബ് റിവറാണിത്. നമ്മളങ്ങനെ ചെയിൻ ബ്രിഡ്ജിൻ്റെ ഇങ്ങേ അറ്റത്തെത്തി.
ഇത് വന്നിട്ട് ചെയിൻ ബ്രിഡ്ജ് വന്നിട്ട് ഓൾമോസ്റ്റ് 350 മീറ്ററോളം നീളമാണ് ഇതിൻ്റെ പറയുന്നത്. അതുപോലെ തന്നെ ഇത് പണിതിട്ട് ഇത് 1840 ആ വർഷങ്ങൾ പണിത ബ്രിഡ്ജാണിത്. ഇപ്പോഴും കണ്ടു കഴിഞ്ഞാൽ ഇന്നലെ പണിത പോലെ ഫീൽ ചെയ്യും, അത്രയ്ക്ക് മെയിൻറ്റൈൻഡ് ആണിത്. അപ്പം എത്ര വർഷം പഴയ ബ്രിഡ്ജാണെന്ന് കണ്ടാൽ പറയത്തേ ഇല്ല. ഒരു പുതിയ ബ്രിഡ്ജിൽ കൂടെ നമ്മൾ നടന്നു പോകുന്ന ഒരു ഫീലിംഗ് ആണ് ഇതിനകത്ത് നമുക്ക് തോന്നുക. പക്ഷേ ഇത് ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് പണിത ബ്രിഡ്ജാണെന്ന് ഒരിക്കലും നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകത്തില്ല. അത്രയ്ക്കും അടിപൊളി. ഇതിൻ്റെ സസ്പെൻഷനാണെന്ന് തോന്നുന്നു. കാര്യം ഇത് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ മുകളിലോട്ടും താഴോട്ടും വെയിറ്റ് കൂടുന്നതനുസരിച്ച് പൊങ്ങുകയും താഴുകയും ചെയ്യും. ചെറുതായിട്ടൊരു 5 mm ഇല്ല 3 mm ഇങ്ങനെ ഒരു സസ്പെൻഷനിൽ വർക്ക് ചെയ്യുന്ന പോലെ ഉണ്ട് ഇത്. ഈ കാണുന്നത് നമ്മളങ്ങനെ ചെയിൻ ബ്രിഡ്ജിൻ്റെ ഈ അറ്റത്ത് വന്നു. ഇനി ഇവിടുന്ന് നമുക്ക് ഒരു ഫനിക്കുലർ എന്ന് പറയുന്ന ആ ട്രെയിൻ ടൈപ്പ് ഇങ്ങനെ വലിച്ച് മേലോട്ട് കൊണ്ടുവന്നൊരു സംഭവം ഇതാ ഇവിടെ ഉണ്ട്. അവിടെ വേണമെന്നുണ്ട് ഇപ്പോൾ അങ്ങനെ മേളിൽ കയറാം. അതിൻ്റെ ഈ കാണുന്ന കാസിലല്ലേ അത് ഈ കാണുന്നത് കാസിലാണ്. നമ്മൾ അതിലോട്ട് കൊണ്ടുപോകാനായിരിക്കാം ഇതാ ഒരു ട്രെയിൻ ഇങ്ങനെ കേബിൾ നമ്മളെ വലിച്ചങ്ങ് മേളിൽ കൊണ്ടുപോകും. അതിൻ്റെ ടിക്കറ്റ് എടുത്ത് അവിടുന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് കയറിപ്പോം. അതുപോലെ നമ്മൾ ഏതൊരു പബ്ലിക് ട്രാൻസ്പോർട്ടിലും അതുപോലെ തന്നെ ക്രൗഡഡ് പ്ലേസിലും യൂറോപ്പിൽ യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് വാലറ്റ്, നമ്മുടെ പേഴ്സിൻ്റെ ഈ ബാഗ്, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. കാര്യം പോക്കറ്റടി എന്ന് പറയുന്ന സംഭവം ഇവിടെ ഉണ്ട് എന്നുള്ളത് എനിക്ക് അനുഭവമുള്ളതാണ്. ഇറ്റലി വെച്ച് എൻ്റെ പോക്കറ്റ് അടിച്ചതാണ് മെട്രോ ട്രെയിനിൽ വെച്ചിട്ട് 2-3 പെണ്ണുങ്ങൾ. എന്നിട്ട് പേഴ്സ് അകത്തോട്ട് എറിഞ്ഞിട്ട് തന്നു. പൈസ അതിനകത്ത് ഉണ്ടായിരുന്ന അവരെടുത്തിട്ട് പേഴ്സ് എന്തോ ഭാഗ്യത്തിന് അവർ തിരിച്ചു തന്നു. അതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇല്ലെന്നുണ്ടെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസും വിസ കാർഡും അതും ഇതും എല്ലാം ലോസായി പോയേനെ. അവർ ക്യാഷ് മാത്രം മതി. അപ്പം പോക്കറ്റ് അടിച്ചു കഴിഞ്ഞാൽ മോസ്റ്റ്ലി ഇവർ നമ്മുടെ വാലറ്റ് ചിലപ്പം ദൂരെ എറിഞ്ഞ് കളയും. എന്തോ ഭാഗ്യത്തിന് എനിക്ക് കിട്ടിയതാണത് അന്ന്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റായ കാര്യമാണ്. നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം പോയി കഴിഞ്ഞാൽ ആകെ വിഷയമാണ്, പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലൊക്കെ വന്നു കഴിയുമ്പോഴേ. നമ്മളങ്ങനെ ഈ ഒരു കാസിലിൻ്റെ താഴെ ഭാഗത്തെത്തി. ദൂരെ നിന്ന് കണ്ടിരുന്ന ആ ഒരു പ്ലേസ് ഇപ്പോൾ നമ്മുടെ അടുത്ത് തന്നെയുണ്ട്. ഇവിടെ കുറച്ച് ഇന്ത്യൻ ടൂറിസ്റ്റിനെയൊക്കെ കണ്ടു. ഈ നിൽക്കുന്നവരൊക്കെ ഇന്ത്യൻ ടൂറിസ്റ്റുകളാണ്. നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്നവരാണോ അതോ ഇനി ഇവിടുത്തെ മറ്റ് രാജ്യങ്ങളിൽ സെറ്റിലായിട്ട് ഇവിടെ കാണാൻ വന്നവരാണോ എന്നറിയില്ല. ഇവിടെ കുറേ ഇന്ത്യൻസിനെ കണ്ടു. നമുക്കിതുവഴി നടന്നും കയറാമെന്ന് തോന്നുന്നു. ആൾക്കാർ നടന്നു കയറുന്നുണ്ടോ? നടന്നും കയറാം. നമ്മളങ്ങനെ ആ ഒരു ഹോപ്പ് ഓൺ ബിഗ് ബസ്സിൽ കയറി. എൻ്റെ ഡബിൾ ഡെക്ക് ബസ്സിൻ്റെ ടോപ്പ് സീറ്റിംഗ് ഉള്ള ഭാഗത്താണ് ഇരിക്കുന്നത്. എൻ്റെ മേൽവശം ഇങ്ങനെ ക്രോസ് ചെയ്തിട്ടുണ്ട്, ഗ്ലാസ് കവർ ചെയ്തിട്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാസിലോട്ട് പോകുന്ന ചെറിയ ബസ് ഇവിടെ ഉണ്ട്. ഒരാൾക്ക് 15 യൂറോയാണ്. അതായത് ഇവിടുന്ന് നമ്മളെ കറക്കി മേളിൽ കാസിൽ കൊണ്ടുപോയി അവിടെ എല്ലാം കറക്കിയതിന് ശേഷം തിരിച്ച് ഇവിടെ തന്നെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യും. അവരുടെ ടിക്കറ്റിൻ്റെ ആ ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ ആ കാണുന്ന ബ്ലൂ ആ അംബ്രല്ല പോലത്തെ ആ സംഭവത്തിൻ്റെ താഴെ നിൽക്കുന്നവർ വിവരിക്കുന്നുണ്ട്. ഇവിടെ കാണുന്നതാണ് പാർലമെൻറ്റ് ബിൽഡിംഗ്. ആൽഡിയിലൊന്ന് കയറി. ജസ്റ്റ് പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ തൊട്ടടുത്തുള്ള ആൽഡിയാണ്. ഇത് ജർമ്മനിയിലൊക്കെ ഉള്ള ഒരു സൂപ്പർ മാർക്കറ്റ് ചെയിനാണ് ആൽഡി. ഇവിടെ വിസ്കസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പൂച്ചയുടെ എല്ലാ ഭക്ഷണങ്ങളും യൂറോപ്പിൽ കുറച്ച് താരതമ്യേന വില കുറവാണ്. യൂഷ്വൽ ലിക്കറും അതും ഇതും എല്ലാം സൂപ്പർ മാർക്കറ്റ് അലൗഡ് ആയതുകൊണ്ട് പ്രശ്നമില്ല. എല്ലാം ഇവിടെ കിട്ടും. ചോക്ലേറ്റ്, ലിക്കർ എല്ലാം ഒരുമിച്ചായിരിക്കുന്നത്. നമ്മളൊന്നും എടുത്തില്ല, നമ്മൾ തിരിച്ചിറങ്ങുക.
ഇത് വന്നിട്ട് നമ്മുടെ ഒരു മ്യൂസിയമാണ്, ഒരു കോഫി ഷോപ്പിൻ്റെ അവിടെ. ഇവിടെ ഒരു ചോക്ലേറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു മ്യൂസിയമാണ് ഇവിടെ. ഇതൊരു കോഫി ഷോപ്പാണ്. നമ്മൾ ആ കോഫി ഷോപ്പിൽ കയറി ഇവിടെ കയറി കോഫി കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടോയ്ലറ്റും ഇതൊക്കെ ഫ്രീ ആണ്. അതല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ബാത്റൂമിലോട്ട് വരികയാണെങ്കിൽ 200 ഇവിടുത്തെ ഫോറൻറ്റ് പേ ചെയ്യണം. അതായത് യൂറോപ്പിൽ വന്നു കഴിഞ്ഞാൽ മൂത്രം ഒഴിക്കണേ പോലും നമ്മൾ പൈസ കൊടുത്ത് തന്നെ വേണം മിക്കവാറും എല്ലായിടത്തും പേ ചെയ്തുള്ള ടോയ്ലറ്റ്സാണ് മോസ്റ്റ്ലി. ഇത് കണ്ടോ, കൊക്കോയാണ് ഈ കാണുന്നത്. അതിൻ്റെ ഇവിടെ അതിൻ്റെ മ്യൂസിയം ഉണ്ട് ഇതിനകത്ത്. 1300 ഫോറൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് കയറാം. ഇതൊരു കോഫി ഷോപ്പിൻ്റെ ഫസ്റ്റ് ഫ്ലോറാണ്. ഈ ഒരു കോഫി ഷോപ്പിൽ നമ്മൾ ആഹാരം കഴിച്ചിട്ട് ബാത്റൂമിൽ പോവുകയാണെങ്കിൽ ഫ്രീ ആണ്. അതിൻ്റെ റെസിപ്റ്റ് കാണിച്ചാൽ മതി. അതല്ല എങ്കിൽ നമ്മൾ ഇവിടുത്തെ 200 ഫോറൻറ്റ് പേ ചെയ്യണം. പക്ഷെ അത് റീഫണ്ടബിൾ അല്ല, ഡയറക്റ്റ് പോയിട്ട് ബാത്റൂമിൽ പോയാൽ. ഇത് പാർലമെൻറ്റ് മന്ദിരമാണ്. യൂറോപ്പിലെ തന്നെ വൺ ഓഫ് ദ ബിഗസ്റ്റ് പാർലമെൻറ്റ് മന്ദിരമാണിത്. അതായത് 3rd ലാർജസ്റ്റ് പാർലമെൻറ്റ് ഹൗസ് ഇൻ ദ വേൾഡ് എന്നാണ് പറയുന്നത്. നമ്മൾ ആ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ വാതിൽക്ക് ഒരു ട്രാമിൽ കയറി. കാരണം ട്രാമിൻ്റെ ടിക്കറ്റ് നമ്മുടെ ഉള്ളതുകൊണ്ട് ജസ്റ്റ് അകത്ത് കയറി ഒന്ന് കറങ്ങി വരാമെന്ന് വിചാരിച്ചു. ഏതോ ഒരു ഗുഹയിൽ കൂടെ ഇറങ്ങി പോവുക. ട്രാമിൽ നിന്ന് ഇറങ്ങി ഒരു പ്ലേസിൽ വന്ന് ഇറങ്ങി നിൽപ്പുണ്ട്. ഇനി വന്നിട്ട് ഏതെങ്കിലും അടുത്ത ട്രാമിൽ കയറാം. ഇവിടെയൊക്കെ ഒന്ന് കറങ്ങി കാണാൻ വേണ്ടി ഇങ്ങനെ ജസ്റ്റ് വന്നതാണ്. ഇതൊക്കെ ഇവിടുത്തെ ആ ബുഡാപെസ്റ്റ് സിറ്റി സെൻറ്റർ വിട്ട് കഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥലങ്ങളാണ്. ഇന്നലെ രാത്രി നമ്മൾ ഇതുവഴി പാസ് ചെയ്തിരുന്നു. ഇതുപോലെ തന്നെ ഈ ഒരു ട്രാമിൽ കൂടെ. ശരിക്കും പറഞ്ഞാൽ ഇവിടെയുള്ള ആൾക്കാർ മോസ്റ്റ്ലി ട്രാം തന്നെയാണ് അവർ ഡിപ്പെൻഡ് ചെയ്ത് പോകുന്നത്. കാരണം കാറിൽ പോവുക എന്ന് പറയുന്നത് ഭയങ്കര ഹെക്റ്റിക്കും ടയേർഡും ആകുന്ന പരിപാടിയായിരിക്കും. പാർക്കിങ് സിറ്റിക്കുള്ളിൽ കിട്ടില്ല. ഇല്ലെങ്കിൽ പേ പാർക്കിംഗ് ഉള്ള എവിടെയെങ്കിലും കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ട് വേണം പിന്നെയും ഇതുപോലെ തന്നെ പബ്ലിക് ട്രാൻസ്പോർട്ട് എൻ്റെ ഹെൽപ്പിൽ അവിടെ ഇവിടെയൊക്കെ കറങ്ങാൻ പറ്റും സിറ്റിക്കുള്ളിൽ. ഇവിടെ ഉള്ളവർക്കും പബ്ലിക് ട്രാൻസ്പോർട്ടാണ് കൂടുതലും നല്ലത്. പക്ഷെ എല്ലാ പോയിൻ്റ് ഓഫ് ഇതിലേയും എത്താം നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടിൽ. അത്രയ്ക്കും കൺവീനിയൻ്റ് ആയിട്ടാണ് അവരിത് ഒരുക്കിയിരിക്കുന്നത്. വെയിൽ കുറയുമ്പോഴത്തേക്കും ഭയങ്കര തണുപ്പാണ്, ഭയങ്കര കിടിലൻ തണുപ്പ്. ഇവിടുത്തെ ആംബുലൻസ്. നമ്മളങ്ങനെ തിരികെ പാർലമെൻറ്റ് ഹൗസിൻ്റെ ആ ഒരു റൂട്ടിലോട്ട് പോവുകയാണ്. ബുഡാപെസ്റ്റിൻ്റെ ഉച്ച സമയത്തെ കാഴ്ചകളാണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടുത്തെ ആൾക്കാരൊക്കെ ജോലിക്ക് പോയവരും പോകാത്തവരായിട്ടുള്ളവരും ഒക്കെ ഇപ്പോൾ ഈ ഒരു ട്രാമിൽ കൂടി ഇങ്ങനെ യാത്ര ചെയ്യുന്നുണ്ട്. വയസ്സായവരും അല്ലാത്തവരും ഒക്കെ. മോസ്റ്റ്ലി എല്ലാ യൂറോപ്യൻ രാജ്യത്ത് ചെല്ലുമ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്ന പോലെ പ്രായമായ ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ നമുക്കിവിടെ കാണാൻ പറ്റുക. യങ് ജനറേഷൻ്റെ ശതമാനം വളരെ കുറവാണ്. ഇതിന് ചുറ്റിനും സെക്യൂരിറ്റികളാണ്. ഫുൾ ഒരു ഗ്രീൻ കളർ ജാക്കറ്റൊക്കെ ഇട്ടിട്ട് ഇതിൻ്റെ ചുറ്റിനുമുണ്ട് ആൾക്കാർ. അങ്ങനെ നമ്മൾ ഹംഗേറിയൻ പാർലമെൻറ്റൊക്കെ ചുറ്റിക്കറങ്ങി കണ്ടതിന് ശേഷം കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തു. അതിനുശേഷം നമ്മളിവിടെ നിന്ന് നേരെ തിരികെ നമ്മളുടെ റൂം ലക്ഷ്യമാക്കി പോവുകയാണ്. ഇനി നമുക്ക് പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ബൈ.